ഞാൻ എത്തിയിട്ടുള്ളത് റെസിപ്പി ആയിട്ടല്ല, നിങ്ങളോട് കുറച്ച് സമയം ചാറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഒരു തോട്ടുമായിട്ടാണ് ഇന്ന് ഞാൻ എത്തിയിട്ടുള്ളത്. ഇത് ഒരു സൈക്കോളജിസ്റ്റ്, സാറാ വാല എന്ന് പറയുന്ന ഒരു സൈക്കോളജിസ്റ്റിൻ്റെ ഒരു സ്റ്റഡിയാണ് ഇന്ന് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്നത്. അത് നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ ഭയങ്കര ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു സ്റ്റഡിയാണ്. ഈ സ്റ്റഡി എന്ന് പറഞ്ഞാൽ ഞാൻ ഒരു എക്സാമ്പിൾ എടുത്ത് പറഞ്ഞുതരാം, അതാകുമ്പോൾ പെട്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. ഇപ്പോൾ നമ്മുടെ കുട്ടികളുടെ കാര്യം എടുത്ത് പറയാം. ഇപ്പോൾ നമ്മുടെ കുട്ടികളൊക്കെ വീട്ടിലുള്ളവർക്ക് പെട്ടെന്ന് അറിയാൻ പറ്റും. ഇപ്പോൾ ടി വിയിൽ എന്തെങ്കിലും കാർട്ടൂണോ എന്തെങ്കിലും വാച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ പെട്ടെന്ന് കുട്ടികളെ ഫുഡ് കഴിപ്പിക്കാനോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആക്ടിവിറ്റീസിൽ എൻഗേജ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് തന്നെ കുട്ടിയുടെ അറ്റൻഷൻ നമുക്ക് ഡീവിയേറ്റ് ചെയ്യിപ്പിക്കണം. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുക, പെട്ടെന്ന് പോയി ടി വി അങ്ങ് ഓഫ് ചെയ്യും. അപ്പോൾ എന്താ സംഭവിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികൾ വല്ലാതെ ഇറിറ്റേറ്റഡ് ആവും. അത് കുട്ടികളുടെ കുറ്റം കൊണ്ടിട്ടല്ല, ശരിക്കും ഈ ടി വി കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് കുട്ടികളുടെ ബ്രെയിനിലെ ഡോപ്പമിൻ്റെ ലെവല് ഭയങ്കരമായിട്ട് ഹൈ ആവും. അപ്പോൾ പെട്ടെന്ന് നമ്മൾ ഈ ടി വി ഓഫ് ചെയ്യുമ്പോഴത്തേക്കും ഈ ഡോപ്പമിൻ്റെ ലെവല് ഹൈ ആയിട്ടിരിക്കുന്നത് പെട്ടെന്ന് അങ്ങ് ലോ ഡൗൺ ആവും. അതുകൊണ്ടാണ് കുട്ടികളിങ്ങനെ ഭയങ്കരമായിട്ടും ഇറിറ്റേറ്റഡും അജിറ്റേറ്റഡും ഒക്കെ ആവുന്നത്. അതുകൊണ്ടാണ് നിർബന്ധവും കരച്ചിലും അങ്ങനെയുള്ള പ്രോബ്ലംസൊക്കെ കാണിക്കുന്നത്. അപ്പോൾ ശരിക്കും അത് കുട്ടികളുടെ പ്രോബ്ലം അല്ല. അപ്പോൾ ഈ ഡോപ്പമിൻ്റെ ലെവലിൽ വരുന്ന ഈ ചേഞ്ചസ് കാരണമാണ് ഈ ഒരു പ്രോബ്ലം ഉണ്ടാവാറുള്ളത്. അപ്പോൾ നമുക്ക് ഇതിനെ എങ്ങനെ ടാക്കിൾ ചെയ്യാം എന്നുള്ളതാണ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. അതാണ് ശരിക്കും ഈ സ്റ്റഡിയുടെ റിസൾട്ട്. അപ്പോൾ അതെന്താണെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് ഇങ്ങനെയുള്ള പ്രോബ്ലംസ് എങ്ങനെ ഒഴിവാക്കാമെന്നുള്ളതാണ് സ്റ്റഡിയുടെ റിസൾട്ട്. അതായത് ഇപ്പോൾ കുട്ടി ടി വി കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ കുട്ടിയുടെ അറ്റൻഷൻ നമുക്ക് ഡീവിയേറ്റ് ചെയ്യിപ്പിക്കണം. അപ്പോൾ നമ്മൾ എന്താ ചെയ്യാന്ന് പറഞ്ഞാൽ, ഫസ്റ്റ് ഓഫ് ഓൾ കുട്ടിയുമായിട്ട് ഒരു കമ്മ്യൂണിക്കേഷൻ ഡെവലപ്പ് ചെയ്യണം. കുട്ടിയുടെ അടുത്ത് പോയി ഇരിക്കുക, എന്നിട്ട് ചോദിക്കുക, മോൻ എന്താ കണ്ടുകൊണ്ടിരിക്കുന്നത്, എന്ത് കാർട്ടൂണാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്, അങ്ങനെ എന്തെങ്കിലും ചോദിച്ച് ഒരു കമ്മ്യൂണിക്കേഷൻ കുട്ടിയായിട്ട് ഡെവലപ്പ് ചെയ്യുക. അപ്പോൾ കുട്ടിയും നമ്മളോട് തിരിച്ച് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ തുടങ്ങും. അപ്പോൾ നമ്മളും കുട്ടിയും തമ്മിൽ ഒരു കമ്മ്യൂണിക്കേഷൻ ബ്രിഡ്ജ് ഡെവലപ്പായി കഴിഞ്ഞു. പിന്നെ വിത്തിൻ സെക്കൻഡ്സ് തന്നെ നമുക്ക് കുട്ടിയുടെ അറ്റൻഷൻ ഡീവിയേറ്റ് ചെയ്യാൻ പറ്റും. ഇങ്ങനെ ചെയ്യുവാണെങ്കിൽ ഒട്ടും തന്നെ കുട്ടി അജിറ്റേറ്റഡ് ആവത്തില്ല, ഒട്ടും തന്നെ ഇറിറ്റേറ്റഡ് ആവത്തില്ല. കുട്ടിയെ നമുക്ക് സക്സസ്ഫുള്ളായിട്ട് 100% സക്സസ്ഫുള്ളായിട്ട് കുട്ടിയുടെ കോൺസെൻട്രേഷൻ ഡീവിയേറ്റ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റും. അപ്പോൾ ഈ ഒരു സ്റ്റഡി എനിക്ക് റെഫർ ചെയ്ത് തന്നത് എൻ്റെ ബ്രദർ ജീവൻ ചേട്ടനാണ്. താങ്ക് യു വെരി മച്ച് ജീവൻ ചേട്ടാ ഫോർ ദിസ് സ്റ്റഡി. താങ്ക് യു സാറാ വാല ഫോർ സച്ച് എ വണ്ടർഫുൾ സ്റ്റഡി ആൻഡ് വണ്ടർഫുൾ റിസൾട്ട്. അപ്പോൾ ശരിക്കും ഞാനിത് എൻ്റെ ബ്രദർ എനിക്ക് റെഫർ ചെയ്ത് തന്നപ്പോൾ എനിക്ക് ഈ ഒരു പ്രോബ്ലം ഉണ്ടായിരുന്നു. കുട്ടികളിങ്ങനെ ടി വി കണ്ടുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് അവരെ അറ്റൻഷൻ ഡീവിയേറ്റ് ചെയ്യിക്കണമെങ്കിൽ ഞാൻ ഇതുപോലെ പെട്ടെന്ന് ടി വി ഓഫ് ചെയ്തിട്ട് അവരെ ഡീവിയേറ്റ് ചെയ്യിക്കാറുണ്ടായിരുന്നു. അപ്പോൾ കുട്ടികൾ എല്ലാവരും എജിറ്റേറ്റഡ് ആവാറുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു സ്റ്റഡി ഇങ്ങനെ കിട്ടിയതിന് ശേഷം ഞാൻ ഇതൊന്ന് കുട്ടികളെ ടെസ്റ്റ് ചെയ്ത് നോക്കി. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 100% സക്സസ്ഫുൾ ആണ്. മിറാക്കിളായിട്ടാണ് എനിക്ക് തോന്നിയത്. ശരിക്കും കുട്ടികൾ ഒട്ടും തന്നെ ഇറിറ്റേറ്റഡ് ആവാതെ, ഒട്ടും അജിറ്റേറ്റഡ് ആവാതെ തന്നെ കുട്ടികളുടെ കോൺസെൻട്രേഷൻ നമുക്ക് ഡീവിയേറ്റ് ചെയ്ത് കൊണ്ടുവരാനും പറ്റും. കുട്ടികളും ഹാപ്പിയാണ്, നമ്മളും ഹാപ്പിയാണ്. അപ്പോൾ ഭാവിയിലുള്ള ടാൻട്രംസും ഇതുപോലെയുള്ള ഇറിറ്റേഷൻസും അജിറ്റേഷൻസും ആങ്കറും കരച്ചിലും എല്ലാം നമുക്ക് ഒഴിവാക്കാൻ പറ്റും ഈ ഒരു ചെറിയ കാര്യം ശ്രദ്ധിക്കുകയാണെങ്കിൽ. സോ 100% സക്സസ്ഫുൾ ആയിട്ടുള്ള ഈ വണ്ടർഫുൾ സ്റ്റഡി നമുക്ക് വേണ്ടി തന്ന സാറാ വാലയ്ക്ക് വെരി വി ആർ ഓൾ താങ്ക്ഫുൾ ഫോർ യു ഫോർ സച്ച് എ വണ്ടർഫുൾ സ്റ്റഡി. അപ്പോൾ എല്ലാവരും ഇത് ശ്രദ്ധിക്കുക. നിങ്ങളുടെ ലൈഫിലും ഇതുപോലെയുള്ള സിറ്റുവേഷൻസിൽ ഇത് അപ്ലൈ ചെയ്യുക. 100% സക്സസ്ഫുൾ ആണ്. അപ്പോൾ എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് വിശ്വസിക്കുന്നു. അഡൽട്സിനും ഇത് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. കുട്ടികളുടെ എക്സാമ്പിൾ എടുത്ത് പറഞ്ഞു എന്നേ ഉള്ളൂ. അഡൽട്സിലും സെയിം പ്രോസസ്സ് തന്നെയാണ് നടക്കുന്നത്. സോ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. ഇതുപോലെയുള്ള ഗുഡ് തോട്ട്സുമായിട്ട് പുതിയ റെസിപ്പിയായിട്ട് നെക്സ്റ്റ് വീക്കിൽ ഞാൻ എത്തും. ടിൽ ദെൻ ഓൾ ഓഫ് യു ടേക്ക് കെയർ. നോ ബൈസ്. ഹൈ ഫൈ.